നമസ്കാരം കുട്ടികളെ. നമ്മൾ കുറച്ച് ക്ലാസ്സുകളിലായിട്ട് നമ്മൾ ഏത് പാഠം പഠിച്ചുകൊണ്ടിരുന്നത്? അമ്മ അല്ലേ? ആരെഴുതിയതായിരുന്നു? വൈക്കം മുഹമ്മദ് ബഷീർ അല്ലേ? നവോത്ഥാനകാല കഥാകൃത്തുക്കളിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു എഴുത്തുകാരനായിരുന്നു ആര്? വൈക്കം മുഹമ്മദ് ബഷീർ അല്ലേ? പിന്നെ കഥാകൃത്ത്, നോവലിസ്റ്റ് എന്നീ നിലകളിലൊക്കെ അതിലുപരി സ്വാതന്ത്ര്യ സമര സേനാനി എന്ന നിലയിലും പ്രശസ്തനാണ് വൈക്കം മുഹമ്മദ് ബഷീർ അല്ലേ? അദ്ദേഹത്തിന്റെ അമ്മ എന്ന പാഠമായിരുന്നു നമ്മൾ കുറച്ച് ക്ലാസ്സുകളിലായിട്ട് പഠിച്ചുകൊണ്ടിരുന്നത്. നമുക്ക് ഇന്നുകൊണ്ട് ഈ അമ്മ എന്ന പാഠം തീർക്കാം. നാളെ മുതൽ നമ്മൾ അടുത്ത പാഠത്തിലേക്ക് കടക്കുകയാണ്. നമ്മൾ എന്താണ് അമ്മ എന്ന പാഠത്തിൽ പ്രധാനമായിട്ട് നമ്മൾ എന്താണ് പഠിച്ചത്? അവിടെ രണ്ട് ആശയങ്ങളാണ് പ്രധാനമായിട്ട് നമുക്ക് പഠിക്കാനുണ്ടായിരുന്നത് അല്ലേ? എന്താണ് അമ്മ അല്ലെ? അമ്മ എന്ന ഒരു പ്രധാന ആശയവും അതോടൊപ്പം തന്നെ സ്വാതന്ത്ര്യ സമരത്തിന്റെ കേരള പശ്ചാത്തലം ഒക്കെ നമ്മൾ ഇതിനകത്ത് പഠിച്ചു അല്ലേ? എന്നാൽ നമുക്ക് ഇന്ന് ആദ്യം തന്നെ കുറച്ച് ചിത്രങ്ങൾ കണ്ടേക്കാം. നമ്മൾ ഇത്രയും നാൾ പഠിച്ച കാര്യങ്ങളൊക്കെ ആയിട്ട് ഒന്ന് നിങ്ങൾക്ക് മുന്നറിവുകളെ ഒന്ന് ബന്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് മാത്രമുള്ള കുറച്ച് ചിത്രങ്ങളാണ്. സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട ചിത്രങ്ങളും അതോടൊപ്പം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് ഈ പത്രങ്ങളിൽ വന്നിട്ടുള്ള വാർത്തകൾ അടങ്ങിയിട്ടുള്ള അതിൻ്റെ ഫ്രണ്ട് പേജും അടങ്ങുന്ന കുറച്ച് ചിത്രങ്ങളാണ് ഇപ്പം നിങ്ങളെ ഞാൻ കാണിക്കാൻ പോകുന്നത്. എല്ലാവരും ആദ്യം ഈ ചിത്രങ്ങളൊന്ന് ശ്രദ്ധയോടെ കാണുക. എല്ലാവരും ചിത്രങ്ങൾ കണ്ടോ? എന്തൊക്കെയാ കണ്ടത്? ഗാന്ധിജി സ്വാതന്ത്ര്യ സമര സമയത്ത് നടത്തിയ പ്രവർത്തനങ്ങളൊക്കെയാണ് അല്ലേ? അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ സമരങ്ങൾ നടക്കുന്നതും അദ്ദേഹം ട്രെയിൻ വന്ന് ഇറങ്ങുന്ന ചിത്രങ്ങളൊക്കെ ഉണ്ട് അല്ലേ? അതോടൊപ്പം തന്നെ ഓരോ പത്രങ്ങളിലും സ്വാതന്ത്ര്യം കിട്ടിയതുമായിട്ട് ബന്ധപ്പെട്ടുള്ള അല്ലെങ്കിൽ ആ സമയത്തുണ്ടായിരുന്ന വാർത്തകളെല്ലാം കുറച്ച് വാർത്തകൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. എല്ലാവരും ശ്രദ്ധയോടെ കണ്ടല്ലോ അല്ലേ? ഇപ്പോൾ നിങ്ങൾക്ക് ഇതുവരെ പഠിച്ച കാര്യങ്ങളെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഒരു പശ്ചാത്തലമൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഒന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടാവും അല്ലേ? അപ്പോൾ നമ്മൾ ഈ പഠിച്ച പാഠത്തിൽ അമ്മ എന്ന് പറയുന്ന പാഠത്തിൽ എന്താണ് പറയുന്നത്? നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ബ്രിട്ടീഷ് കോളനിയായി മാറിയായിരുന്നു അല്ലേ? അപ്പോൾ ഈ ബ്രിട്ടീഷുകാരെ ഇന്ത്യയിൽ നിന്നും നാട് കടത്തി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ധീര മനുഷ്യര് ഒരുപാട് സ്വന്തം ജീവൻ ബലി അർപ്പിച്ചുകൊണ്ട് നാടിന് വേണ്ടിയിട്ട് പൊരുതിയിട്ടുണ്ട് അല്ലേ? അത്തരത്തിലുള്ള പോരാട്ടങ്ങളെയാണ് നമ്മൾ സ്വാതന്ത്ര്യ സമരങ്ങൾ എന്ന് തന്നെ പറയുന്നത്. അതിന്റെ അലയൊലികൾ ഈ കേരളത്തിലും ഉണ്ടായിട്ടുണ്ട് അല്ലേ? നമ്മുടെ ഈ കഥയുടെ തന്നെ പശ്ചാത്തലം എന്ന് പറയുന്നത് എന്താണ്? കവി അല്ലെങ്കിൽ കഥാകൃത്തായ വൈക്കം മുഹമ്മദ് ബഷീർ തന്റെ ഇതൊരു അനുഭവക്കുറിപ്പാണ് അല്ലെ? തന്റെ ഒരു ഓർമ്മക്കുറിപ്പാണ് കഥാകൃത്ത് നമുക്ക് പങ്കുവെക്കുന്നത്. അതിൽ അദ്ദേഹം ഏത് സമരത്തിന്റെ പശ്ചാത്തലമൊക്കെയാണ് പറയുന്നത്? ഉപ്പ് സത്യാഗ്രഹവും അതോടൊപ്പം തന്നെ വൈക്കം സത്യാഗ്രഹം അല്ലെ? വൈക്കം ക്ഷേത്രത്തിലേക്കുള്ള പ്രവേശനത്തിന് വേണ്ടിയിട്ടുള്ള വൈക്കം സത്യാഗ്രഹവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് മഹാത്മാഗാന്ധി കേരളത്തിൽ വന്ന ഒരു സമയത്തെ ആ ഒരു പശ്ചാത്തലവും ഒക്കെ അദ്ദേഹം വളരെ വ്യക്തമായിട്ട് തന്നെ നമ്മുടെ ഈ പാഠത്തിൽ പറഞ്ഞായിരുന്നു അല്ലെ? പാഠം എന്താണ് മുന്നോട്ട് വെക്കുന്നത് അല്ലെങ്കിൽ അതെങ്ങനെയാണ് ഈ ഒരു ഓർമ്മക്കുറിപ്പ് വരുന്നത്? ഒരു അമ്മയുടെ കത്താണ് അല്ലെ? ദൂരദേശത്ത് പട്ടണത്തില് കഴിയുന്ന ഒരു മകന് കാണണമെന്നുള്ള അതിയായ ആഗ്രഹത്തോടെ ഒരമ്മ കത്ത് എഴുതുകയാണ് അല്ലെ? ആ കത്ത് കിട്ടുമ്പോൾ മകനുണ്ടാകുന്ന ചിന്തകൾ, ഇവിടെ മകൻ എന്ന് പറയുന്നത് കഥാകൃത്ത് തന്നെയാണ് അല്ലെ? അപ്പൊ അദ്ദേഹത്തിനുണ്ടാകുന്ന ഓർമ്മകളാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ അദ്ദേഹം എന്താണ് അവിടെ ചിന്തിക്കുന്നത്? എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? സ്വാതന്ത്ര്യ സമര കാലത്ത് നമ്മുടെ നാടിന് വേണ്ടിയിട്ട് ഒരുപാട് പേര് അല്ലെ? ഒരുപാട് ധീര മനുഷ്യന്മാര് സ്വന്തം ജീവൻ ബലി അർപ്പിച്ച് നാടിന് വേണ്ടിയിട്ട് പോരാട്ടം നടത്തിയിട്ടുണ്ട് അല്ലെ? അവരുടെയൊക്കെ അമ്മമാര് സ്വന്തം മക്കളെ ഓർത്ത് അല്ലെങ്കിൽ സ്വന്തം വീടുകളിലിരുന്ന് നഷ്ടപ്പെട്ട തന്റെ മക്കളെ ഓർത്ത് എന്താണ് ചിന്തിക്കുന്നതെന്നോ അവരെ ഓർത്ത് എന്താണ് ചെയ്യുന്നതെന്നോ കഥാകൃത്തിന് അറിയില്ല. എന്നാൽ സ്വന്തം അമ്മ
എന്തൊക്കെയാണ് ചിന്തിക്കുന്നതെന്നോ അവരെന്തൊക്കെയാണ് പറയാൻ ആഗ്രഹിക്കുന്നതെന്നും ഈ മകന് അല്ലെങ്കിൽ ഈ കഥാകൃത്തിന് കൃത്യമായിട്ട് അറിയാമായിരുന്നു, അല്ലേ? ഇവിടെ എന്താ, സ്വന്തം അമ്മ അല്ലെങ്കിൽ അമ്മയെക്കുറിച്ചുള്ള ഓർമ്മകളിലേക്ക് കടക്കുമ്പോൾ അദ്ദേഹം തൻ്റെ പഴയകാല ഓർമ്മകളിൽ കൂടെ പങ്കുവെക്കുകയാണ്, അല്ലേ? ആ ഒരു ഓർമ്മ പങ്കുവെക്കുന്ന സമയത്താണ് ഇദ്ദേഹം സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ചും തൻ്റെ ബാല്യകാലം മുതൽ താൻ കണ്ടുവന്ന ആ ഒരു ഉപ്പു സത്യാഗ്രഹത്തിന്റെ സമയത്തെയും അല്ലെങ്കിൽ വൈക്കം സത്യാഗ്രഹത്തിന്റെ സമയത്തും ഒക്കെയുള്ള അദ്ദേഹത്തിന്റെ ഓർമ്മകൾ അദ്ദേഹം പങ്കുവെക്കുന്നത്. വളരെ കൊച്ചിലെ തന്നെ, അല്ലേ, ഒരു സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് തന്നെ, കൊച്ചു ക്ലാസ്സിൽ തന്നെ ബഷീർ എന്താണ് സ്വാതന്ത്ര്യ സമര സത്യാഗ്രഹ മുഖത്ത് അദ്ദേഹം പോവുകയും ഗാന്ധിജിയെ കാണാനുള്ള അതിയായ ആഗ്രഹം അദ്ദേഹത്തിനുണ്ടായിരുന്നു, അല്ലെ? ഗാന്ധിജിയോട് അദ്ദേഹത്തിന് വലിയ ബഹുമാനവും ആദരവുമായിരുന്നു ഉണ്ടായിരുന്നത്. അദ്ദേഹം ഗാന്ധിജിയെ കാണാൻ പോയതും സത്യാഗ്രഹ വേദികളിൽ പങ്കെടുത്തതും അതിന്റെ പേരിൽ അദ്ദേഹത്തിന് സ്കൂളിൽ നിന്നും ഉണ്ടായിട്ടുള്ള അല്ലെങ്കിൽ ഹെഡ് മാസ്റ്ററിൽ നിന്നും ഉണ്ടായ വഴക്ക് കേൾക്കലുകളും ബുദ്ധിമുട്ടുകളും എല്ലാം അദ്ദേഹം പറയുന്നുണ്ട്, അല്ലെ? കതർട്ട് വരുന്നതൊന്നും അദ്ദേഹത്തിന് ഇഷ്ടമായിരുന്നില്ല എന്ന് പാർട്ടി പറയുന്നുണ്ട്. നമ്മൾ പഠിച്ച കാര്യങ്ങളാണ്, അല്ലെ? അപ്പോൾ അങ്ങനെയുള്ള ഓർമ്മകളെല്ലാം അദ്ദേഹം പങ്കുവെച്ച് പിന്നെന്താണ് ജയിൽ വാസത്തെക്കുറിച്ചും എല്ലാ കാര്യങ്ങളും ഓർത്തെടുത്ത് അദ്ദേഹം അവസാനം ഒരു നാള് വീട്ടിൽ തിരിച്ചു ചെന്നൊരു കഥയിലേക്കാണ് എത്തുന്നത്. ഇതിനെല്ലാം സ്വാതന്ത്ര്യ സമര മുഖത്ത് പങ്കെടുക്കുകയും അങ്ങനെ കുറെ വർഷങ്ങൾക്ക് ശേഷം വീട്ടിലേക്ക് പോകാൻ സാധിക്കാതെ വരികയും പിന്നീട് ഒരു ദിവസം വീട്ടിൽ തിരിച്ചെത്തുന്ന മകനെ കാത്ത് അമ്മ ഇരിക്കുകയാണ്, അല്ലെ? താൻ ചെല്ലുമെന്നൊന്നും അമ്മയോട് പറഞ്ഞിട്ടല്ല ചെന്നത്. എന്നിരുന്നാലും മകൻ വന്നപ്പോൾ മകന് വേണ്ടിയിട്ട് ഭക്ഷണവും ഒരുക്കി മകൻ വരും എന്ന പ്രതീക്ഷയിൽ ഇരുന്ന ഒരു അമ്മയാണ് മകൻ അവിടെ കാണുന്നത്. മകൻ എന്ന് പറയുന്നത് ഇവിടെ കഥാകൃത്ത് തന്നെയാണ്, വൈക്കം മുഹമ്മദ് ബഷീർ കാണുന്നത്. അപ്പൊ അദ്ദേഹം ചോദിക്കുന്നുണ്ട്, ചോദ്യം എന്തായിരുന്നു അവസാന ഭാഗത്ത് വരുന്നത്, ഞാൻ ഇന്ന് വരുമ്പോൾ അമ്മയ്ക്ക് എങ്ങനെ മനസ്സിലായി എന്ന് ചോദിക്കുന്നുണ്ട്, അല്ലെ, അമ്മയുടെ അടുത്ത്. അപ്പൊ എന്താ അമ്മ പറയുന്നത്, ഓരോ ദിവസവും മകൻ വരും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെ ഇരിക്കുകയാണെന്നുള്ളത് നിസ്സാരമായിട്ട് പറഞ്ഞു പോവുകയാണ് അമ്മ അവിടെ ചെയ്തത്. അപ്പോൾ ആ ഒരു ഓർമ്മകളാണ് ഇപ്പം വർഷങ്ങൾ കഴിഞ്ഞ് ഇന്നും തൻ്റെ അമ്മ തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ എല്ലാ അമ്മമാരും മകൾ വരുമെന്നുള്ള പ്രതീക്ഷയിലിരിക്കുന്ന അല്ലെ അമ്മമാരുടെ ഒരു പ്രതീക്ഷയാണ് ഇവിടെ അദ്ദേഹം ഇത്ര വർഷം കഴിഞ്ഞിട്ടും ഓർത്തെടുക്കുന്നത്, അല്ലെ? അപ്പൊ അമ്മ എന്ന് പറയുമ്പോൾ അദ്ദേഹം എന്തുകൊണ്ടാണ് ഈ സ്വാതന്ത്ര്യ സമര കാലത്തെയും അല്ലെങ്കിൽ ഭാരതത്തിന്റെ ഈ പോരാട്ട വീര്യത്തെയും ഈ ഓർമ്മകളിലൂടെ അമ്മയുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത്? എന്താണ് നമ്മൾ മുൻ ക്ലാസ്സുകളിൽ പറഞ്ഞായിരുന്നു, വിശദമായിട്ട് തന്നെ പറഞ്ഞായിരുന്നു. എന്തായിരുന്നു? ഭാരതാംബയെ സ്വന്തം അമ്മയോടെന്ന പോലെ തന്നെയാണ് ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നത്. ആര്? വൈക്കം മുഹമ്മദ് ബഷീർ, അല്ലെ? ഈ കഥ നിങ്ങളോട് എല്ലാവരോടും ഞാൻ വായിച്ചിട്ട് വരണമെന്ന് പറഞ്ഞായിരുന്നു. എല്ലാവരും വായിച്ചോണ്ടോ വന്നിട്ടുണ്ടോ? വായിച്ചു, മിടുക്കരാണ്. ഇനി എന്തെങ്കിലും സംശയമുണ്ടോ? പാഠഭാഗത്തെ ആശയവുമായിട്ടോ അല്ലെങ്കിൽ എഴുത്തുകാരനെ സംബന്ധിച്ചോ എന്തെങ്കിലും സംശയങ്ങൾ ആർക്കെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാൻ, ഞാൻ പറഞ്ഞുതരാം. ശരി, സംശയങ്ങളൊന്നുമില്ല, എല്ലാവർക്കും നല്ല രീതിയിൽ മനസ്സിലായി. കൊള്ളാം. എങ്കിൽ നമുക്ക് ആദ്യത്തെ പ്രവർത്തനം നോക്കാം. നമ്മുടെ ആദ്യത്തെ പ്രവർത്തനം ഇതാണ്. ഈ കഥയിൽ, അമ്മ എന്ന് പറയുന്ന കഥയിൽ കഥാകാരന്റെ ഏതെല്ലാം അനുഭവങ്ങളാണ് ആവിഷ്കരിച്ചിട്ടുള്ളത്? ഓരോ ബെഞ്ചുകാരും ഓരോ ഗ്രൂപ്പായി തിരിഞ്ഞ ശേഷം ചർച്ച ചെയ്ത് ഒരു അനുഭവക്കുറിപ്പ്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് കഥാകാരൻ ഈ കഥയിൽ പങ്കുവെക്കുന്ന അനുഭവങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഒരു ചെറിയ കുറിപ്പായിട്ട് നിങ്ങൾ എല്ലാവരും ഇപ്പം എഴുതി തയ്യാറാക്കണം. ഇതിനു വേണ്ടിയിട്ട് നിങ്ങൾക്ക് എഴുതാനായിട്ട് കുറച്ച് സൂചനകൾ ഞാനിപ്പം നിങ്ങൾക്ക് തരാം. എല്ലാവരും ശ്രദ്ധയോടെ അത് കാണുക. ഓരോ സൂചകങ്ങളും കൃത്യമായി വായിച്ച് വേണ്ട പോയിന്റ്സ് എഴുതിയെടുത്തോളുക. അതിനുശേഷം അതിനൊന്ന് വിപുലീകരിച്ച് എഴുതുക. വലിയ പണിപ്പാടൊന്നുമില്ല. എന്തെങ്കിലും സംശയം എന്നോട് ചോദിച്ചാൽ മതി. ആദ്യം ഈ സൂചകങ്ങൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. കഥയിൽ ആവിഷ്കരിച്ചിരിക്കുന്ന കഥാകാരൻ്റെ അനുഭവങ്ങൾ. ബാല്യത്തിൽ തന്നെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കാളിത്തം. ഹെഡ്മാസ്റ്ററിൽ നിന്നുള്ള ശിക്ഷ. പോലീസിൽ നിന്നും കൊടിയ മർദ്ദനം. ഗാന്ധിജിയോടുള്ള തീവ്രമായ സ്നേഹം. പെറ്റമ്മയോടും മാതൃരാജ്യത്തോടും ഉള്ള സ്നേഹം. സ്വാതന്ത്ര്യ സമരത്തിലെ പങ്കാളിത്തം. എല്ലാവരും കണ്ടല്ലോ. കൃത്യമായിട്ട് സൂചകങ്ങൾ ഓരോന്നായിട്ട് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. അത് വെച്ച് എല്ലാവരും ഒന്ന് എഴുതി തയ്യാറാക്കുക. അതിനുശേഷം എല്ലാവരും ഓരോ ഗ്രൂപ്പിൽ നിന്നും ഓരോ ആൾക്കാർ വീതം ഞാൻ പറയുന്ന ഓരോരുത്തർ വീതം അത് എഴുന്നേറ്റ് നിന്ന് വായിക്കുകയും ചെയ്യണം. ശരി, ഇനി നമുക്ക് അടുത്ത പ്രവർത്തനം. നമുക്കിനി ഒരു പ്രവർത്തനം കൂടി ഉണ്ട്. പ്രവർത്തനം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ,
നമ്മൾ ഈ കഥയിലുടനീളം അതിൻ്റെ ആശയം പഠിച്ചു, അല്ലെങ്കിൽ ഇപ്പം നമ്മളൊരു പ്രവർത്തനം ചെയ്തു. എന്തായിരുന്നു? കഥാകാരൻ്റെ അനുഭവങ്ങൾ അല്ലേ, അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയുള്ള ഒരു പ്രവർത്തനമാണ് നമ്മൾ ഇനിയും ചെയ്യാൻ പോകുന്നത്. എന്താണെന്ന് വെച്ചാൽ ബഷീറിന് തൻ്റെ വിദ്യാർത്ഥി ജീവിതം ഉണ്ടല്ലോ, അദ്ദേഹം സ്കൂളിൽ പഠിച്ച സമയത്തെ അനുഭവങ്ങളൊക്കെ വ്യക്തമായി തന്നെ ഈ കഥയിൽ നമ്മൾ വിവരിച്ചു കണ്ടു അല്ലേ. അപ്പോൾ ബഷീറിൻ്റെ വിദ്യാർത്ഥി ജീവിതത്തിലെ സവിശേഷതകൾ എന്തൊക്കെയായിരുന്നെന്നും ആ സവിശേഷതകൾ നമുക്ക് നൽകുന്ന, അല്ലെങ്കിൽ നമ്മൾ വിദ്യാർത്ഥികൾ എന്ന നിലയിൽ നമുക്ക് നൽകുന്ന തിരിച്ചറിവുകൾ എന്തൊക്കെയാണെന്നുമുള്ള ഒരു കണ്ടെത്തലുകൾ നടത്തുക. അത് കണ്ടെത്തി നിങ്ങളതൊന്ന് കുറിക്കുക. ഇതും ആദ്യത്തെ പ്രവർത്തനം ചെയ്ത പോലെ തന്നെ ആ ഗ്രൂപ്പുകൾ തന്നെയാണ്, ഓരോ ബെഞ്ചാരും ഓരോ ഗ്രൂപ്പുകളാണ്. ഇതിനും കൃത്യമായിട്ടുള്ള സൂചകങ്ങൾ ഞാൻ നിങ്ങൾക്ക് തരും. അത് മുന്നേ ചെയ്ത പ്രവർത്തനം പോലെ തന്നെ കൃത്യമായി സൂചകങ്ങൾ വായിക്കുക, മനസ്സിരുത്തി വായിച്ച് വേണ്ടതൊക്കെ ബുക്കിൽ എഴുതിയിടുക. അതിനുശേഷം അതെല്ലാം കൂടെ ഒന്ന് ചേർത്ത് വെച്ചുകൊണ്ട് എഴുതുക അല്ലേ. എന്തൊക്കെയായിരുന്നു, നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ വിദ്യാർത്ഥി ജീവിതത്തിന്റെ സവിശേഷതകൾ എന്തൊക്കെയായിരുന്നെന്ന്? മാതൃരാജ്യത്തോടുള്ള അദ്ദേഹത്തിന്റെ അടങ്ങാത്ത സ്നേഹം പ്രകടമായിരുന്നു. അതോടൊപ്പം തന്നെ ഗാന്ധിജിയോടുള്ള ആദരവ്, പിന്നെ സ്വാതന്ത്ര്യം കിട്ടണം അല്ലെ, നമ്മുടെ മാതൃരാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിയെടുക്കണം എന്നുള്ള വലിയൊരു ആവേശം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അല്ലെ. പിന്നെ ഹെഡ് മാസ്റ്ററിൽ നിന്നുള്ള അദ്ദേഹത്തിനുണ്ടായിട്ടുള്ള അനുഭവങ്ങൾ, പിന്നെ പോലീസുകാരുടെ മർദ്ദനം, ഇതൊക്കെ ഉണ്ടായിരുന്നു അല്ലെ. ഒരു വിദ്യാർത്ഥി ജീവിത സമയത്തുണ്ടായിട്ടുള്ള അദ്ദേഹത്തിന്റെ അനുഭവങ്ങളാണ് അല്ലെ. നമ്മളും വിദ്യാർത്ഥികളാണ്. ഈ ഒരു പ്രായത്തിൽ നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്നുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അപ്പോൾ ആ ഒരു അല്ലെങ്കിൽ ഒരു കാലയളവിൽ കേരളത്തിന്റെ ഒരു പശ്ചാത്തലം അതായിരുന്നു അല്ലെ. അപ്പോൾ നമ്മുടെ നാടിന്റെ സ്വാതന്ത്ര്യം അതിയായി ആഗ്രഹിച്ച ഒരു വ്യക്തി കൂടിയായിരുന്നു ആര്? വൈക്കം മുഹമ്മദ് ബഷീർ അല്ലെ. അപ്പോൾ ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ വിദ്യാർത്ഥി ജീവിതത്തിന്റെ സവിശേഷതകൾ എന്തെല്ലാമാണെന്നും അവ നമുക്ക് നൽകുന്ന തിരിച്ചറിവുകൾ എന്തെല്ലാമാണെന്നുമാണ് നമ്മുടെ അടുത്ത പ്രവർത്തനത്തിൽ നമ്മൾ എഴുതേണ്ടത്. അതിന് വേണ്ട അല്ലെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള സൂചകങ്ങൾ ഞാൻ നിങ്ങൾക്ക് തരാം. ശ്രദ്ധയോടെ അത് കാണുക, കൃത്യമായി വായിച്ച് എല്ലാവരും ഇപ്പോൾ അത് നോട്ട് ബുക്കിൽ എഴുതണം. ബഷീറിൻ്റെ വിദ്യാർത്ഥി ജീവിതത്തിൻ്റെ സവിശേഷതകളും ആ ജീവിതം നമുക്ക് നൽകുന്ന തിരിച്ചറിവുകളും എന്തൊക്കെയാണെന്ന് നോക്കാം. സാമൂഹിക പ്രതിബദ്ധതയുള്ള വിദ്യാർത്ഥി, നിസ്വാർത്ഥമായ രാജ്യസ്നേഹം, മാതാവിനോടുള്ള അഗാധമായ സ്നേഹം, അടിമത്തത്തോടുള്ള പ്രതിഷേധം, സ്വന്തം നിലപാടിൽ ഉറച്ചു നിൽക്കൽ, ഗാന്ധിജിയോടുള്ള ആദരവും ആരാധനയും, ഗാന്ധിജിയുടെ ആദർശങ്ങൾ ജീവിതത്തിൽ നടപ്പാക്കാനുള്ള വെമ്പൽ, സ്വജീവൻ ബലികഴിച്ചും സ്വാതന്ത്ര്യത്തിനായി പോരാടാനുള്ള ആരവം. എല്ലാവരും സൂചകങ്ങൾ വായിച്ചല്ലോ. എന്തെങ്കിലും സംശയമുണ്ടോ ഈ കാര്യത്തിൽ? ഇല്ല. അപ്പൊ എല്ലാവരും നോട്ട് ബുക്കിലേക്ക് ഇത് എഴുതി തയ്യാറാക്കിക്കോളുക. അപ്പോൾ ഇനിയുള്ള പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീട്ടിൽ പോയിട്ട് ചെയ്തുകൊണ്ട് വരാൻ വേണ്ടിയിട്ടുള്ളതാണ്. നാളെ വരുമ്പോൾ ചെയ്തുകൊണ്ട് വരണം. ഇന്നുകൊണ്ട് നമ്മൾ ഈ അമ്മ എന്ന് പറയുന്ന പാഠം ഇന്നുകൊണ്ട് തീരുകയാണ്. അപ്പം ഇന്ന് തരുന്ന ഈ ഒരു പ്രവർത്തനം നാളെ എല്ലാവരും എഴുതിക്കൊണ്ട് വരണം. ഇനി നമ്മൾ ഈ പാഠം പഠിക്കില്ല. എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നോട് ഇപ്പം ചോദിക്കാം. അല്ലെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ വീട്ടിൽ പോയി എല്ലാവരും ഇത് കൃത്യമായിട്ട് വായിച്ച് നോക്കിയ ശേഷം നിങ്ങൾക്ക് എന്ത് സംശയമാണോ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാളെ വന്നു കഴിയുമ്പോൾ എന്നോട് ചോദിക്കാം. നമുക്ക് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം. അല്ലെന്നുണ്ടെങ്കിൽ അതിനുശേഷം നമുക്ക് അടുത്ത പാഠത്തിലേക്ക് കടക്കാവുന്നതാണ്. അപ്പോൾ ഇനിയുള്ള നിങ്ങൾക്ക് ഹോംവർക്കാണ്. വീട്ടിൽ പോയിട്ട് ചെയ്തുകൊണ്ട് വരാൻ വേണ്ടിയിട്ടുള്ള എല്ലാവരും ബുക്ക് എടുക്കുക. ഞാൻ ചോദ്യം വായിക്കാം, അത് ബുക്കിലേക്ക് എഴുതി എടുത്തോളാം. ചോദ്യം ഇതാണ്: ബഷീർ കൃതികളുടെ ആഖ്യാന ശൈലി, ആത്മാംശമുള്ള രചനകൾ, കഥാപാത്ര സൃഷ്ടിയിലെ വൈവിധ്യം, തനതായ ഭാഷാരീതി എന്നിവയെ മുൻനിർത്തി ഒരു പ്രബന്ധം തയ്യാറാക്കുക. അപ്പൊ എല്ലാവരും ചോദ്യം കണ്ടല്ലോ. എന്തെങ്കിലും സംശയമുണ്ടോ? നമ്മൾ കുറച്ച് ക്ലാസ്സുകളിലായിട്ട് വളരെ വിശദമായി തന്നെ വൈക്കം മുഹമ്മദ് ബഷീർ എന്ന എഴുത്തുകാരനെയും അദ്ദേഹത്തിന്റെ കൃതികളെല്ലാം തന്നെ നമ്മൾ പരാമർശിച്ചു. അതോടൊപ്പം അമ്മ എന്ന അദ്ദേഹത്തിന്റെ ഓർമ്മക്കുറിപ്പും നമ്മൾ വിശദമായി തന്നെ പഠിക്കുകയും ചെയ്തു അല്ലെ. ഇനി എന്തെങ്കിലും സംശയം ആർക്കെങ്കിലും ഉണ്ടോ ആ കാര്യത്തിൽ? ഞാൻ നോട്ടൊക്കെ തന്നിട്ടില്ല നിങ്ങൾക്ക്.
അതിനകത്തൊക്കെ തന്നെ ഈ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി തന്നെ അതിനകത്തുണ്ട്. അപ്പം വീട്ടിൽ പോയിട്ട് എല്ലാവരും ഞാൻ തന്ന നോട്ടൊക്കെ വായിച്ച് നോക്കുക. പാഠവും വായിച്ച ശേഷം ഈ ചോദ്യത്തിന് എല്ലാവരും വരുമ്പോൾ ഉത്തരം എഴുതിക്കൊണ്ട് വരിക. നാളെ ഞാൻ എല്ലാവരുടെയും നോട്ട് ബുക്ക് നോക്കുന്നതായിരിക്കും. ആർക്കും എന്തെങ്കിലും സംശയം ഉണ്ടോ ഇനി? ഇല്ല. ശരി, എന്നാൽ പിന്നെ നമുക്ക് ഇന്നത്തെ ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. താങ്ക് യു.